ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ MP മുൻ MP അദ്ദേഹം ചേരുന്നുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ സുപ്രീം കോടതിയുടെ അതിനിർണായകമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട് ഗവർണറും തമിഴ്നാട് സർക്കാരുമായി നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു. കേരളത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിധി ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കേറ്റ് തിരിച്ചടിയായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് മറികടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളതും നമുക്ക് സമീപകാല ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് ഏതു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ ഈ വിധി സുപ്രീം കോടതി വിധി നൽകുന്നുണ്ട്? 75 വർഷക്കാലത്തെ സുപ്രീം കോടതിയിലെ ഭരണഘടനയുടെയും ചരിത്രത്തിൽ ഗവർണറുടെ പദവി അധികാരം ഒക്കെ സംബന്ധിച്ച് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അല്ല തത്വങ്ങൾ, ആവിഷ്കൃതമായ തത്വങ്ങൾ. കാരണം കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും മധ്യേ നിൽക്കുന്ന ഒരു ഇടനിലക്കാരൻ ആണ് ഗവർണർ. പൊളിറ്റിക്കൽ ഏജന്റ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരു പ്രയോഗം ഉണ്ടായത്. അത് ശരിയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഭരണഘടനാ സംവിധാനം ഒരു സംസ്ഥാനത്ത് നന്നായി പ്രവർത്തിക്കുന്നതിന് അതിനുള്ള ഒരു അച്ചാണി കൂടിയാണ് ഗവർണർ. ആ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നുകൊണ്ട് കേവലം കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ഏജന്റ് മാത്രമായി ഗവർണർമാർ തരം താഴുന്ന ദൃഷ്ടാന്തങ്ങൾ, സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായ വിധി, സുപ്രീം കോടതി വിധി, അത് ഒരു ബില്ല് ഒപ്പിടുന്നതിന് സമയമെടുക്കാം എന്നുള്ളതിനപ്പുറത്ത് ഒരു 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ചു കൊടുത്തത് അത് നന്നായി. അത് ഒരു സമയപരിധി നിശ്ചയിക്കാതെയും ഉത്തരവാദിത്തത്തിലെ ഗവർണർമാർ ചെയ്യേണ്ട ജോലിയാണത്. ഇപ്പോൾ ബില്ല് പാർലമെന്റ് പാസാക്കി അന്ന് രാത്രി തന്നെ രാഷ്ട്രപതി ഒപ്പിട്ടു. അതൊരു നല്ല മാതൃകയാണ്. ആ മാതൃക അനുകരണീയമായ മാതൃകയാണ് ഗവർണർമാർക്കും. പക്ഷെ ഗവർണർമാർ അത് ചെയ്യുന്നില്ല. അനിശ്ചിതകാലത്തേക്ക് ബില്ലുകൾ നീട്ടിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് അവർക്ക് കിട്ടിയിരിക്കുന്ന മാൻഡേറ്റ് അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ്. അത് അങ്ങേയറ്റം ഭരണഘടനാപരമായി അപലപനീയമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഗവർണറുടെ പദവി, ഗവർണർക്ക് ഉണ്ടാകേണ്ടതായ ആത്മനിയന്ത്രണം, ഗവർണർ എപ്രകാരമാണ് ഭരണഘടനയ്ക്ക് വിധേയനായി പ്രവർത്തിക്കേണ്ടത് എന്നീ കാര്യങ്ങളിൽ കൂടി സുപ്രീം കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഗവർണർ എന്ന പദവി തന്നെ ആവശ്യമില്ല എന്ന അഭിപ്രായം ആദ്യകാലം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ആ ആവശ്യത്തിന് പോലും ശക്തി നൽകുന്ന രീതിയിലുള്ള വിധിയാണ് ഗവർണർമാർ സശ്രദ്ധം വായിക്കേണ്ട വിധിയാണ് ഇന്ന് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഞങ്ങളോട് പ്രതികരിച്ചതിന്.